നിലമ്പൂരിൽ വലിയ മുന്നേറ്റമാണ് UDF പ്രതീക്ഷിക്കുന്നത്. UDF ക്യാമ്പ് പറയുന്നത് 12,000-വും 15,000-വും ഒക്കെയാണ് ലീഡ്. എന്തായാലും എങ്ങനെ പോയാലും 8,000-ന് മുകളിൽ വോട്ടിൽ ജയിക്കാൻ കഴിയുമെന്നാണ് UDF ക്യാമ്പുമായി സംസാരിക്കുമ്പോൾ അവർ വ്യക്തമാക്കുന്നത്. 8 തദ്ദേശ സ്ഥാപനങ്ങൾ ഈ അസംബ്ലി സെഗ്മെന്റിലുണ്ട്. അതിൽ കരുളായിയും അമരമ്പലവും ഒഴിച്ച് ബാക്കി 5ഇടത്തും ലീഡ് ആണ് UDF ഉറപ്പിക്കുന്നത്. അതിൽ തന്നെ അൻവർ പിടിക്കുന്ന വോട്ടുകൾ അത് കൂടുതലും ഇടത് വോട്ടുകളായിരിക്കാം എന്നതാണ് UDF കണക്ക് കൂട്ടുന്നത്. ഒപ്പം ഭരണവിരുദ്ധ വികാരം ശക്തമായി തന്നെ ഈ മണ്ഡലത്തിലുണ്ട് എന്നും അവർ പറയുന്നു. 2,000-3,000 വോട്ടിന്റെ ലീഡാണ് LDF കണക്ക് കൂട്ടുന്നത്. അതിൽ തന്നെ തുടക്കത്തിൽ ഈ പറയുന്ന പോലെ വഴിക്കടവും മൂത്തേടവും ഒക്കെ എണ്ണുമ്പോൾ 4,000-ന് മുകളിലേക്ക് UDF ലീഡ് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ LDFന് ജയിച്ചു കയറാൻ കഴിയും എന്നതാണ് LDF കണക്കുകൂട്ടൽ. അവർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്നത് 4 തദ്ദേശ സ്ഥാപനങ്ങളിലാണ്. നിലമ്പൂർ നഗരസഭ, കൂടാതെ കരുളായി, ഒപ്പം അമരമ്പലം, പോത്തുകൽ, ഈ പഞ്ചായത്തുകളിലൊക്കെയാണ് അവരുടെ പ്രതീക്ഷ. ഒപ്പം ചുങ്കത്തറയിൽ ഒപ്പത്തിനൊപ്പം എത്താൻ കഴിയുമെന്നും അവർ കണക്ക് കൂട്ടുന്നു. ഭരണവിരുദ്ധ വികാരം ഈ പറയുന്നത് പോലെ ശക്തമായി തന്നെ ഈ മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് അവർ കണക്ക് കൂട്ടുന്നത്. തേർഡ് ഫോഴ്സ് ആണ് PV അൻവർ ഈ അസംബ്ലി മണ്ഡലത്തിൽ എന്നതാണ് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ആരുടെ വോട്ടുകളാണ് കൂടുതൽ പിടിക്കുക എന്നത് ഈ മണ്ഡലത്തിലെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ അത് ഫലം നിർണ്ണയിക്കുന്നതിലേക്ക് പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായി വരും എന്നത് തീർച്ചയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം നില മെച്ചപ്പെടുത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ 12,000-ന് മുകളിൽ കിട്ടിയാൽ വലിയ ലോട്ടറി എന്നതാണ് അവർ പറയുന്നത്. ഒപ്പം 8,000-ന് മുകളിലാണെങ്കിൽ, 8,500-ന് മുകളിലാണെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. BJP ആണെങ്കിലും PV അൻവർ ഒക്കെ ആണെങ്കിലും പിടിക്കുന്ന വോട്ടുകളും ഈ മണ്ഡലത്തിൽ വിധി നിർണ്ണയത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ആരുടെ വിജയത്തെ അത് സ്വാധീനിക്കും എന്നതും വളരെ സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്.